ക്ഷേത്രങ്ങളും മോസ്കുകളും മനുഷ്യന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ നെയ്ത്തിരി നാളങ്ങളാണ് നമുക്ക് നൽകുന്നത്. അത്തരത്തിലേറെ പ്രശസ്തമായ ദേവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ഒരുക്കുന്ന ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. അക്ഷര നഗരിയുടെ ഹൃദയഭാഗത്ത് ഭക്തകോടികൾക്ക് തണലായി നിൽക്കുന്ന പുണ്യസങ്കേതം, സ്വയംഭൂവായ ശിവലിംഗ പ്രതിഷ്ഠയാൽ ധന്യമായ ഏവർക്കും അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന തിരുനക്കരയപ്പൻ്റെ മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 2026 തിരുവുത്സവത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ, ധന്യ നിമിഷങ്ങൾ, അതേപോലെ തന്നെ പൂരക്കാഴ്ചകളെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ സമർപ്പിക്കുന്നു. സ്വീകരിച്ചാലും തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കോട്ടയം കാരാപ്പുഴയിൽ പ്രവർത്തിക്കുന്ന JNS മെഡിക്കൽ സെൻ്ററിലെ എല്ലാവിധ ആശംസകളും നേരുന്നു.
തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ 2026 തിരുവുത്സവത്തെക്കുറിച്ച് ഇവിടുത്തെ ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ TC രാമാനുജൻ സാറാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്, അതുപോലെ ഭക്തിയും കൂടി വരികയാണ്. ഇത്തവണത്തെ തിരുനക്കര അപ്പൻ്റെ ആഘോഷത്തെക്കുറിച്ച് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം മാർച്ച് 15 തുടങ്ങി 24 ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. 3 ഉത്സവങ്ങളുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനക്കര ക്ഷേത്രം. തുലാമാസത്തിലെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആനി ഉത്സവം, മിഥുനമാസത്തിൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവം. എന്നാൽ വിവിധ ആഘോഷങ്ങളോടുകൂടി കലാപരിപാടികളോട് കൂടിയിട്ട് ക്ഷേത്രത്തിലെ അകത്തെ അനുഷ്ഠാന ആചാരങ്ങളെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നടത്തുന്നത് ഈ മീനമാസത്തിലെ പൈങ്കിനി ഉത്സവമാണ്. തൃശ്ശൂർ വടക്കുനാഥ സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ചടങ്ങ് ഇപ്പോൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിനകത്ത് ശിവശക്തി ഓഡിറ്റോറിയത്തിലെ കലാപരിപാടികളും, അതെല്ലാ ദിവസങ്ങളും കലാപരിപാടികളുണ്ടല്ലേ? 10 ദിവസവും ക്ഷേത്രത്തിനകത്തെ വിവിധ കലാപരിപാടികൾ, ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടികളാണ് മിക്കതും. അതുപോലെ ദക്ഷിണേന്ത്യയിലെ വിവിധ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ, നാസുര കച്ചേരികൾ, ചെണ്ടമേളങ്ങൾ, അങ്ങനെ വിവിധ പരിപാടികളോടെയാണ് തിരുനക്കര ഉത്സവം നടക്കുന്നത്. അതേപോലെ പകൽപൂരം ഏറ്റവും പ്രധാനം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. ആ ഉത്സവത്തിൽ ജനപങ്കാളിത്തം കൊണ്ട് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉപദേശക സമിതിയുടെ ഭാഗത്ത് നിന്ന് ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രധാനം തിരുനക്കര പൂരമാണ്. ഈ വർഷം തിരുനക്കര പൂരം നടക്കുന്നത് മാർച്ച് 23 പള്ളിവേട്ട ദിവസമാണ്. 2000-2002 കാലസമയത്ത് പ്രധാനമായിട്ടും കോട്ടയം ജില്ലയിലെ ആനകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. 2005 അന്നത്തെ കമ്മിറ്റിക്കാർ കോട്ടയത്തിന് വെളിയിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് തെച്ചിക്കോട് രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ഗുരുവായൂർ ദേവസ്ഥയിലെ ആനകൾ ഉൾപ്പെടെയുള്ള ആനകളെ വിളിച്ചു വരുത്തി എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുപ്പിച്ചിരുന്നു. 2006 വന്നപ്പോൾ ഒട്ടുമിക്ക ആനകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഗജരാജ സംഗമം സംഘടിപ്പിച്ചു. ആ ഗജരാജ സംഗമത്തിൽ നിന്നും ലഭിച്ച ആശയും ആവേശവുമാണ് തൃശ്ശൂർ പൂരത്തിന് സമാനമായിട്ട് ഇവിടെ ഈ തിരുനക്കര പൂരം സംഘടിപ്പിക്കപ്പെട്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കുനാഥ സങ്കല്പത്തിനുള്ള പ്രാധാന്യവും ഈ തിരുനക്കര പൂരത്തിനുണ്ട്. അന്ന് നമുക്ക് കിട്ടിയ ഈ സത്യത്തിൽ അന്ന് ഒരു കലാപരിപാടി എന്ന രൂപത്തിലാണ് നമ്മളന്ന് 2007 ഈ തൃശ്ശൂർ തിരുനക്കര പൂരം. ശരിക്കും 2006 തൃശ്ശൂർ നമ്മുടെ തിരുനക്കര പൂരം തുടങ്ങുന്നത് അല്ലേ? 2007 ഗജരാജ സംഗമമായിരുന്നു. 2007 ഈ തിരുനക്കര പൂരം അരങ്ങേറുന്നത്. ആ ഒരു വർഷത്തേക്ക് ഒരു കലാപരിപാടി എന്ന രീതിയിൽ തുടങ്ങിയത് പിന്നെ വന്ന ആനപ്രേമികളുടെയും മറ്റും വിവിധ ഭക്തജനങ്ങളുടെയും അന്ന് മാറി മാറി വരുന്ന കമ്മിറ്റികളുടെയൊക്കെ ആഗ്രഹവും ഒക്കെ അത് തുടർച്ചയായിട്ട് ഒത്തൊരുമിച്ച് ഈ വർഷം 20ാമത്തെ വർഷത്തെ പൂരമാണ് നടക്കുന്നത്. നമസ്കാരം. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് കോട്ടയം സംക്രാന്തിയിൽ പ്രവർത്തിച്ചു വരുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
എനിക്ക് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പൂരം തിരുനക്കര പൂരം. തിരുനക്കര പൂരം അങ്ങനെയായി. ദേശീയത ഇപ്പം തിരുനക്കര ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ പൂരം തിരുനക്കര പൂരം ആണ് തിരുനക്കര ക്ഷേത്രത്തിൽ അറിയപ്പെടുന്നത്. അതെ. വടക്ക് ഏറ്റുമാനൂർ ഏഴര പൊന്നാന പോലെ, വൈക്കത്ത് അഷ്ടമി പോലെ തിരുനക്കരയ്ക്ക് തിരുനക്കര പൂരം ഉണ്ടായി എന്നുള്ള ജനങ്ങളത് ഏറ്റെടുത്ത് ഇപ്പോൾ വളരെ ആവേശത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഈ വർഷം 2 വടക്കഞ്ചേരി വാരവും കിഴക്കഞ്ചേരി വാരവുമായി 2 തിരിച്ചാണ് നമ്മൾ ആനകളെ നിർത്തുന്നത്. 11 ആനകൾ വിവിധ വശങ്ങളിൽ നിന്ന് എഴുന്നള്ളിപ്പോഴാണ്. ആനകളുടെ ലിസ്റ്റൊക്കെ 2-3 ദിവസത്തിനകം ഉണ്ടാവും. ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ആന പരിപാലന ചട്ടം അനുസരിച്ചുള്ള നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിലാണ് പൂരം നടക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ വിശദമായ കാര്യങ്ങളൊക്കെ നൽകി വളരെ തിരക്കുള്ള സമയത്ത് ഞങ്ങളോട് സഹകരിച്ചതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി. നമസ്കാരം. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കഞ്ഞിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന AM വെൽത്ത് മാനേജ്മെൻറ്റിൻ്റെ എല്ലാവിധ ആശംസകളും. തിരുനക്കരയും പരിസര പ്രദേശങ്ങളുമെല്ലാം ഭക്തിസാന്ദ്രമാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ അറിവുകൾ നമ്മളോട് പങ്കുവെക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഹരികുമാർ സാറാണ്. സാർ നമസ്കാരം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, അതുപോലെ ആഘോഷങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും നമ്മളിവിടെ ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ തിരുനക്കരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉപദേശ സമിതി, പരിസരത്തെ പ്രദേശത്ത് തന്നെയുള്ള ഉപദേശ സമിതി, നാട്ടുകാർ അതുപോലെ സഹകരണം ഉള്ളൊരു സ്ഥിതി ആയതുകൊണ്ട് തന്നെ ബോർഡിനെ സംബന്ധിച്ച് നടത്തിയെടുക്കാൻ വളരെ സ്മൂത്താണ്. അതുകൂടാതെ ഈ കോട്ടയം ജില്ല പരിസരത്തുള്ള ജില്ലകളിലെ പോലും ആളുകളുടെ ഒരു സഹകരണം അത് കാണാനുണ്ട്. ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പകുതി ജോലി കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ടെൻഷനില്ല. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകത ഉള്ളത് ഒരേ സമയം ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം. അത് പ്രധാനമായിട്ട് ഈ ഭഗവാൻ തന്നെ ഫാമിലിയായിട്ട് കുടുംബസമേതം ഇരിക്കുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആഘോഷങ്ങൾ കൂടുതൽ ഇഷ്ടമാണ്. അത് പുറത്ത് നിങ്ങൾ അവിടെ ജനത ഇവിടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു സങ്കല്പത്തിലാണ് ഇവിടെ ഭഗവാൻ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആഘോഷങ്ങൾക്കൊരു കുറവും പുള്ളി വരുത്തത്തില്ല. ഈ 10 ദിവസം ഈ പ്രദേശത്തുള്ളവർ ഇതിൽ ലയിക്കുന്ന ആളുകളുടെ മുഴുവൻ ദുഃഖങ്ങളെ 10 ദിവസം എങ്കിൽ 10 ദിവസം മാറ്റിവെക്കും. അതൊരു സന്തോഷമുണ്ട്. അതിൽ ഇപ്പോൾ ഒരു വർഷത്തേക്ക് ആണെങ്കിലും അതിന് ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ശരി. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് എൻ്റെ സർവ്വവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.
പ്രകാശേട്ടൻ അല്ലേ? പ്രകാശം പോലെ അങ്ങനെ പരക്കട്ടെ. അപ്പോൾ തിരുനക്കരപ്പൻ്റെ വിശ്വാസത്തെക്കുറിച്ചും തിരുനക്കരപ്പനെക്കുറിച്ചും. തിരുനക്കരപ്പൻ വടക്കുന്ന സങ്കല്പത്തിലാണ്. തെക്കൻകൂർ രാജാവിന് സ്വപ്നദർശനം ഉണ്ടായി ഇവിടെ സ്വയംഭൂവായി അവതരിച്ചതാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ അതിൻ്റെ ഒരു ഐശ്വര്യം മുഖത്ത് കാണുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ വിശ്വാസമാണ് തിരുനക്കരയപ്പൻ. അതാ മനസ്സിലുണ്ട് കേട്ടോ. എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ തുറന്നത്തിൻ്റെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചിലപ്പം തിരുനക്കരപ്പനായിരിക്കും ഞങ്ങളെ മുന്നിലേക്ക് എത്തിച്ചത്. അങ്ങനെ ചോദിച്ചോളൂ എന്നെക്കുറിച്ച് കാണാൻ പറ്റത്തില്ല. എല്ലാം എൻ്റെ തിരുനക്കരയപ്പനാണ്. തിരുനക്കരയുടെ ഐശ്വര്യം, കോട്ടയത്തിൻ്റെ ഐശ്വര്യം. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? നമുക്ക് നമ്മുടെ ക്ഷീരധാര, ജലധാര, പുഷ്പാഭിഷേകം, ശരി, കളവം മൂടൽ, എല്ലാം ശിവക്ഷേത്രങ്ങളിലെ എല്ലാ മൃത്തിക്ക് ഹോമം എല്ലാം എല്ലാ ദിവസങ്ങളും തൊഴാൻ വരാറുണ്ടോ ഇവിടെ? ഞാൻ മിക്ക ദിവസം വരാറുണ്ട്. രാവിലെ 7:45 സമയം. ശരി, എവിടെ താമസം? ഈ തെക്കേ ഗോപുരത്ത് ഈ ഐശ്വര്യം അടുത്ത് തന്നെയാണ്. തൊട്ട് ഇവിടെ നിന്ന് എൻ്റെ വീട് കാണാം. ഇതുപോലെ ഒരു 140 വർഷം പഴക്കമുള്ള വീടാണ്. ആണല്ലേ? പഴയ നമ്മൾ ഈ പഴയകാല ആഘോഷങ്ങളും ഇപ്പോഴത്തെ ആഘോഷമായിട്ട് ഒത്തിരി വ്യത്യാസം. ഇപ്പം എല്ലാം പുതിയ ന്യൂ ജനറേഷൻ അവരുടെ തുള്ളലൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആലോചകമായിട്ട് ഒന്ന് ക്ഷേത്രം എല്ലാം ഇങ്ങനെ മാറിപ്പോയതിൻ്റെ ഒരു വിഷമം. അല്ല, അന്നത്തെ ക്ഷേത്രകലകളോ ഇപ്പോഴത്തെ ക്ഷേത്രകലകളും തമ്മിലോ? അന്നത്തെ ക്ഷേത്രകലകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കഥകളി, ഓട്ടംതുള്ളൽ അങ്ങനെയുള്ളതല്ലേ ഉള്ളൂ. ഇപ്പം അല്ലേ ഗാനമേള, ഹരികഥയൊക്കെ അല്ലേ. ശരി, അങ്ങനെയൊക്കെ ഒരു വ്യത്യാസങ്ങൾ. ശരിക്കും നാടിൻ്റെ ആഘോഷം തന്നെയാണ് അല്ലേ? തിരുനക്കരയുടെ ആഘോഷമാണ് നമ്മുടെ തിരുനക്കര പൂരവും ഉത്സവവും. ശരി, നാനാജാതി മതസ്ഥരും ഒരുപോലെ കാണുന്നു. ശരിക്കും എല്ലാവർക്കും ഒരു ഐശ്വര്യദാതാവായിട്ട് നിൽക്കുന്ന ആളുകളാണല്ലോ തിരുനക്കര തേവർ. അങ്ങനെയാണ് എൻ്റെ ഐതിഹ്യമാലയിലും എല്ലാം അങ്ങനെയാണ് പറയുന്നത്. കൊട്ടാരത്തിൽ ചെങ്കുണ്ടിമേനൻ്റെ ഐതിഹ്യമാലയിൽ കറക്റ്റായിട്ടെല്ലാം. തിരുനക്കര പൂരത്തെക്കുറിച്ച്, തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൂരമാണ്. പൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലായിരുന്നു. പിന്നെ അതൊക്കെ ഈയിടെയായിട്ട് 2007 മുതലാണെന്ന് പറഞ്ഞു. 17 വർഷമായിട്ട് 2007 മുതലാണെന്ന് ഇങ്ങനെ അത്ര ആയിട്ടുള്ളൂ. നേരത്തെ ആ പൂരം എന്നുള്ളതൊന്നും ഇല്ല. ആറാട്ടാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം. അത് ശരി. അമ്പലക്കടയിൽ ആറാട്ട് കഴിഞ്ഞ് ഓരോ വീടുകളിലും വന്ന് പറയൊക്കെ എടുത്ത് അതിൻ്റേതായ ഒരു ഐശ്വര്യം അന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേവപ്രശ്നത്തിൽ പറ പോയി എടുക്കേണ്ട, വയസ്കലയിൽ മാത്രം എടുക്കുക. ശരി, ബാക്കി ഒരിടത്തും ഇങ്ങനെ വഴിയിലൊഴിക്കുന്നത് എടുക്കത്തും. ശരി, അങ്ങനെയൊക്കെയാണ് സങ്കല്പം. അപ്പോൾ എന്തായാലും ആ മുഖത്തെ സന്തോഷം ഞങ്ങൾക്കും കിട്ടി. എല്ലാവർക്കും ഐശ്വര്യം, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമ്മൾ പറയും. തിരുനക്കര തേവരോട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് സന്തോഷം പ്രകാശില്ല. നമസ്കാരം. നമ ശിവായ. സന്തോഷം. നമസ്കാരം. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുനുത്സവത്തിന് കോട്ടയം ഗ്രാൻഡിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിൽ എല്ലാ ആശംസകളും നേരുന്നു. തിരുനക്കര തേവരുടെ പെരുമ കേരളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലുമുണ്ട്. ഇതാ അതിനുവേണ്ടി ഇവിടെ ഉത്സവാഘോഷത്തിന് വേണ്ടി വന്നിരിക്കുന്നുണ്ട്. ചേട്ടാ, പേരെന്താണ്? എൻ്റെ പേര് സുബ്രഹ്മണ്യൻ. എവിടെയാണ് നാട്? ഞാൻ ശിവകാശി, തമിഴ്നാട്. എല്ലാ വർഷവും ഉത്സവാഘോഷങ്ങൾക്ക് വരാറുണ്ടോ? ഇവിടെ വരാറുണ്ട്. എന്താണ് ഒരു വിശ്വാസം ഇത്രയും ഇങ്ങനെ അടുപ്പിക്കുന്നത്? എന്താണ് ഈ തിരുനക്കരയപ്പം എന്ന് പറയുമ്പോൾ അതുപോലെ ഈ വരുന്നവരൊക്കെ എല്ലാവരെയും ഒരു കാത്തു സൂക്ഷിക്കുന്ന അതെ ഒരു ആളാണ്. ജാതിയോ മതമൊന്നും വിളിക്ക് പ്രശ്നമല്ല, ഭാഷയും പ്രശ്നമല്ല. ഇല്ല, ഞാൻ എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം ഇവിടെ വന്ന് തൊഴാറുണ്ട്. അത് ശരി. അപ്പോൾ ഇപ്പം കേരളത്തിലാണോ താമസിക്കുന്നത്? കേരളത്തിലാണ് താമസം. അത് ശരി. കോട്ടയത്തെ ഞാൻ തെക്കുംകോർത്താണ് താമസിക്കുന്നത്. ഇവിടെ വൈകുന്നേരം വന്ന് എന്നും ഒരു അരമണിക്കൂർ ഇവിടെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കും.
അപ്പോൾ അതിനെല്ലാം പരിഹാരം ഉണ്ടാവും. പരിഹാരമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, നടത്തി അല്ല, തന്നിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് കോവിലുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എന്താണ് ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത്? എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ദേവീക്ഷേത്രങ്ങളാണ്. ആഹാ. ഇവിടെ കേരളത്തിലെ ശിവക്ഷേത്രം, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ശരി. അങ്ങനെ അപ്പോൾ എന്തായാലും സന്തോഷം. ഇങ്ങനെ മനസ്സ് ശാന്തമായിട്ട് ഇവിടെ ഇരിക്കും. ശാന്തമായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു അരമണിക്കൂറോളം ഇവിടെ വന്നിരിക്കും. അത്രയ്ക്ക് എല്ലാവരും കുറേ ആൾക്കാരൊക്കെ കാണാറുള്ളതൊക്കെ കാണാം. ഇങ്ങനെ എല്ലാവരുമായിട്ട് ഒരു പങ്കുവയ്പ്പാണ്. സന്തോഷം. സന്തോഷം. ഓക്കെ. അക്ഷരനഗരിയുടെ അധിപനായ തിരുനക്കരയപ്പൻ്റെ തിരുവുത്സവത്തിന്, കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കല്യാൺ സിൽക്സിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ലവറ വെൽനസ് സെൻ്ററിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ തിരുവുത്സവ ആശംസകൾ നേർന്നുകൊള്ളുന്നു. തിരുനക്കരയുടെ മണ്ണിൽ നിന്ന് 25,000-ൽ പരം ആളുകൾക്ക് കിട്ടി നിറച്ച് കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന 25 വർഷമായിട്ട് ഇവിടെ തന്നെയുള്ള നമ്മുടെ പെരിയസ്വാമി. സ്വാമിയുടെ പേരെന്താണ്? എൻ്റെ പേര് ശിവസ്വാമി. ആ, അപ്പോൾ എത്ര വർഷമായി ഇവിടെ? 25 വർഷം. 1958 ആദ്യമേ ശബരിമല ചവിട്ടുന്നത്. അത് ശരി. 58 അന്നോട്ട് ഇങ്ങോട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം 21 വർഷമായിട്ട് ഇവിടെ ഇരുന്നുണ്ട്. ഗുരുസ്വാമിയായിട്ട് കെട്ടും നിറച്ച് കൊടുക്കുന്നുണ്ട്. അത് ശരി. എത്ര പേർക്ക് കൊടുത്തോന്ന് ചോദിച്ചു? 10-25. അല്ല, ഞാനിപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു 25,000 പേര് മേളിൽ കാണുമെന്ന് പറഞ്ഞു. 25,000 ഒന്നും അല്ലല്ലേ? ആയിരിക്കാം, അത് നമുക്ക് പറയാനൊക്കില്ല. നമ്മൾ ഇവിടുത്തെ ഈ തിരുനക്കരപ്പൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ആണെങ്കിൽ ഒരു സ്വയംഭൂവാണ്, പിന്നെ അച്ഛനും മക്കളുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഓ ശരി. അതുകൊണ്ട് അമ്മയുണ്ട് അടുത്ത്, മഹാദേവൻ്റെ തൊട്ടടുത്ത് തന്നെ ദേവിയുണ്ട്, പിന്നെ ഗണപതി, അയ്യപ്പനും, മുരുകനെ ഇവരെല്ലാവരും ചുറ്റോട് ചുറ്റുമുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ ശാന്തസ്വരൂപനായിട്ടായിരിക്കുന്നത്. ഏറ്റുവാനും പിന്നെ വലിയ ഇതായിട്ടല്ല, ധാരാളമൂർത്തിയല്ല, ശാന്തസ്വരൂപനാണ്, ശാന്തനാണ്. അത് ഇപ്പം രാവിലെ വന്നൊരു കാര്യം ആവശ്യപ്പെട്ട ഭഗവാനെ നടന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിനകം ആളുടെ കാര്യം കൊടുത്തിരിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റമില്ല. അത് ആരോട് ചോദിച്ചാലും പറയും എന്താവശ്യം. പിന്നെ ഉടനെ വന്നുകൊണ്ട് ചോദിച്ചാൽ ഉടനെ കിട്ടുകയില്ല. ക്ഷിപ്രപ്രസാദിയും വൃഷഗോപിയാന്ന് പറയുമെങ്കിലും രാവിലെ പറയാം, വൈകുന്നേരമെങ്കിലും അത് സാധിക്കും. അത് അങ്ങനെ ഒരു വലിയ അത്ഭുതമുള്ള, അതാണ് കോട്ടയം നഗരത്തിന്റെ, നമ്മുടെ നാടിന്റെ ഒരു ഐശ്വര്യമാണ്. അത് തന്നെ, ഭഗവാനാണ് ഈ നാടിന്റെ ഐശ്വര്യം. സത്യം പറഞ്ഞാൽ അക്ഷരനഗരി ആണെങ്കിലും ഐശ്വര്യം ഭഗവാനാണ്. ഐശ്വര്യം ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ അത് 100%. ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? മംഗല്യഭാഗ്യത്തിന് ഇവിടെ വരുന്നുണ്ട്. പ്രത്യേക വഴിപാടുണ്ട്. ഈ സ്വയംവര പൂജയുണ്ട്. അപ്പോൾ ശിവനും പാർവതി അകത്തുള്ളതുകൊണ്ട് സ്വയംവര പൂജ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റെന്തൊക്കെയാണ് പ്രധാന വഴിപാടുകൾ? മൃത്യുഞ്ജയ ഹോമമുണ്ട്, ഭഗവാന് വളരെ പ്രാധാന്യമായിട്ടുള്ളതാണ്. പിന്നെ രാവിലെ അഭിഷേകം കഴിഞ്ഞാൽ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ക്ഷീരധാരയുണ്ട്. അതൊരു വലിയ വഴിപാടാണ്. അത് കഴിയാണ് ജലധാര. ഇത് രണ്ടും നടക്കുന്നുണ്ട്. പിന്നെ നവകമുണ്ട്. ഇതാണ് ഉച്ചയ്ക്ക് മുമ്പായിട്ടുള്ള എല്ലാ പൂജകളും. നമസ്കാരം. 2026 തിരുനക്കര തേവരുടെ തിരുവുത്സവം. ഐതിഹ്യ പെരുമയിൽ തിരുനക്കര തേവരും കാളയും പിന്നെ വയസ്കരും ഒത്തും തമ്മിലുള്ള ബന്ധം കാലം അയക്കാത്ത അനുഭവസാക്ഷ്യത്തിൻ്റെ തെളിവാണ്. തിരുനക്കര തേവരുടെ മണ്ണിൽ 2016 തുടക്കം കുറിച്ച നാരായണീയം 10 വർഷം പിന്നീട് നിൽക്കുന്ന ഈ വേളയിൽ തിരുനക്കര തേവരുടെ തിരുവുത്സവത്തിന് ആശംസ നേരം ലഭിച്ചത് മഹാഭാഗ്യമായി കാണുന്നു. ഏവർക്കും ഉത്സവം ആഘോഷിക്കാനും ആറാടാനുമുള്ള ഒരു അവസരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
വൈകിട്ടും പിന്നെ ദീപാരാധനയും ചുറ്റുവിളക്കും ഇതുമുണ്ട്, അത്താഴശീലിയുണ്ട്. അല്ലെ ഇവിടെയും വൈക്കത്തും ശിവക്ഷേത്രങ്ങളിലല്ലേ അത് പതിവുള്ള എല്ലായിടത്തും ഉള്ള. പക്ഷേ ഇവിടെ ഒരു കാര്യം ശാന്തസ്വരൂപനാണ്. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ഈ ഉത്സവങ്ങളും ഉത്സവാഘോഷങ്ങളും ഒക്കെ തന്ന എന്തെങ്കിലും എനിക്കുള്ള ഐശ്വര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളൊക്കെ ഇത്ര വലുതായതും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതെ, പറയാതിരിക്കാന്ന് വരില്ല. 13 വർഷമായിട്ട് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് ഗണേശൻ ഉണ്ട്, അറിയാമല്ലോ. അപ്പം ഓരോ വർഷം അതിൻ്റെ ഉയർച്ച ഭഗവാൻ കൊടുത്തു. ഇപ്പം കമ്പനിയുടെ CEO ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അല്ല ഞങ്ങളുടെ ആരുടെ മുടക്കല്ല. ശരി. അല്ല, ഞാൻ ചോദിച്ചു വന്നത് ഇപ്പോൾ ഒരുപാട് ആഘോഷങ്ങളും ഇതുപോലെ ഉത്സവങ്ങളും ഒക്കെ കണ്ടല്ലോ. ഓരോ വർഷത്തെയും പ്രത്യേകതയായിട്ട് എന്താണ് പെരിയസ്വാമിക്ക് തോന്നുന്നത്? അല്ല, ഇവിടെ ഓരോ വർഷം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുക. അതെ, ഭക്തജനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ പരിപാടി ഈ കൊല്ലം മോശമാണല്ലോ എന്ന് വിചാരിച്ച് ആരും വരാതിരിക്കുകയില്ല. പരിപാടി ചിലപ്പോൾ മോശമാണെങ്കിൽ തന്നെ ഈ 10 ദിവസം തിരുനക്കരയിലെ വഞ്ചി നിറയും. ഒരു കുഴപ്പമില്ല, ഭക്തജനങ്ങൾ അതുപോലെ വരുന്നതാണ്. അങ്ങനെ ഒരു ക്ഷേത്രം. രാവിലെ എത്ര മണിക്ക് അമ്പലത്തിലെത്തും? ഞാനിവിടെ സാധാരണ വരുന്നത് 6 മണി. നേരത്തെ ആയിരിക്കും ഈ പറഞ്ഞ പ്രായത്തിലായിരുന്നപ്പം 4 മണിക്ക് നിർമ്മാല്യത്തിന് ഇവിടെ ഉണ്ട്. നിർമ്മാല്യത്തിന് 4 മണിക്ക് വന്നാൽ 7 മണിക്കേ പോവുള്ളൂ. നിർമ്മാല്യ ഉഷപൂജ, പ്രസന്ന പൂജ, പത്തിരടി പൂജ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. പ്രായമാധികമായതുകൊണ്ട് നമുക്ക് വയ്യ, ഇപ്പോൾ 6 മണിക്കേ വരുള്ളൂ. പിന്നെ ഇവിടെ കെട്ട് നിറയ്ക്കാൻ തീരെ മേലാതിരിക്കുകയാണെങ്കിൽ പോലും ഒരാൾ വന്നിട്ട് 4 മണിക്ക് എനിക്ക് കെട്ട് നിറച്ച് തരുന്നത് എനിക്കറിയാൻ പറ്റില്ല. നേരം വെളുക്കുമ്പോഴത്തേക്ക് എനിക്കത് ഭഗവാൻ അതിനുള്ള ആരോഗ്യം തരും. ഞാൻ 4 മണിക്ക് വന്ന് കെട്ട് നിറച്ച് കൊടുക്കും. അത് ശരി, വെളുപ്പം കാലത്ത്. അപ്പോൾ എന്തായാലും ഒരുപാട് കെട്ടുകൾ ഇനി നിറയ്ക്കുവാനും ഭഗവാന്റെ ആ ഐശ്വര്യവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകുവാനും എല്ലാവിധ പ്രാർത്ഥനകളും ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഒരുപാട് നന്ദി. നമസ്കാരം. അക്ഷരനഗരിയുടെ ആഘോഷമായ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് വാർദ്ധക്യ പരിപാലന മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനമായ ട്രാവൻകൂർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ ഓൺ ഏജിങ്ങിൻ്റെ എല്ലാവിധമായ ഉത്സവാശംസകളും നേരുന്നു. മറ്റൊരു പ്രധാന വഴിപാട് കൂളമാലയാണ്. അതേക്കുറിച്ച് ചേച്ചി ഇങ്ങനെ മാല ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് അതിൻ്റെ ഒരു വിശ്വാസം? ശിവനും പ്രത്യേകിച്ചും കൂളമാലയാണ് പ്രധാന വഴിപാടായിട്ട് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഉള്ളത്. ഉണ്ട് അല്ലേ? എല്ലാ ശിവക്ഷേത്രങ്ങളിലും കൂളമാലയ്ക്കാണ് പ്രാധാന്യം. ഞാനത് പ്രേക്ഷകർക്ക് വേണ്ടി അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്, അതുകൊണ്ടാണ്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് കൂളമാലയാണ് അല്ലേ? പിന്നെ ധാര, ജലധാര, ക്ഷീരധാര, കറുകമാലയൊക്കെ കറുകമാല ഗണപതി, കറുകമാല, പഴമാല, താമരമാലയൊക്കെ ഇരിക്കുന്നല്ലോ, അതൊക്കെയോ? അതൊക്കെ ദേവിയെ സങ്കല്പിച്ചു കൊടുക്കുന്നതാണ് അല്ലേ? ഇവിടുത്തെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കൂളമാലയാണ്. അതെ അതെ. അക്ഷരനഗരിയായ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും വേൾഡ് വൈഡ് അബ്രോഡ് സ്റ്റഡീസിൻ്റെ വക തിരുവുത്സവ ആശംസകൾ. 4 നൂറ്റാണ്ടിലേറെയായി വിവിധ രാജ്യങ്ങളിൽ വിവിധ കോഴ്സുകൾ പഠിക്കാൻ സഹായിക്കുന്ന വേൾഡ് വൈഡ് അബ്രോഡ് സ്റ്റഡിയിലേക്ക് ഏവർക്കും സ്വാഗതം.
ആഘോഷങ്ങളെന്നും ഓരോ കാലഘട്ടത്തിലുള്ളവരും ഏറ്റെടുക്കുകയാണ്. ഇതാ പഴയ തലമുറയിൽപ്പെട്ട ഒരു അമ്മയെ ഞാൻ കണ്ടു നമ്മുടെ മഹാദേവരുടെ മണ്ണിൽ വെച്ച്. നമ്മുടെ പേരെന്താണ്? ഇന്ദുലേഖ. നമ്മളിപ്പം തിരുനക്കരപ്പൻ്റെ മണ്ണിൽ നിൽക്കുകയാണ്. അപ്പോൾ പഴയ കാലഘട്ടത്തിലെ ആ ഉത്സവ ആഘോഷങ്ങളും ഇപ്പോഴത്തെ ആഘോഷങ്ങളും പെട്ടെന്ന് എന്താണ് മനസ്സിലാക്കി വരുന്നത്? എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എപ്പോഴും ഇവിടെ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ണിലാണ്. പള്ളിപ്പുറത്തുകാവിൻ്റെ അടുത്താണ് എൻ്റെ വീട്, കൊടിമത. പള്ളിപ്പുറത്തുകാവിൻ്റെ അടുത്താണ് വീട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ 3-ാം ഉത്സവത്തിനായിരുന്നു പറവപ്പൊക്കെ കൊടിമതയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അത് എൻ്റെ കൊച്ചുനാളിലെ മുതലേ ഉള്ളതാണ്. ഇവിടെ ഇടക്കാലത്ത് ദേവപ്രശ്നം നടത്തിയപ്പോൾ ഇവിടെ തന്നെ കൊണ്ട് പറയിടണമെന്നുള്ളതാണ് ഭഗവാന്റെ തീരുമാനം വന്നത്. അങ്ങനെ ഇപ്പോൾ പറയൊക്കെ ഇവിടെയാണ് ഇടുന്നത്. വൈസ്കരയാണ് ആറാട്ട് കുളിച്ചിട്ട് വൈസ്കര ഇല്ലത്താണ് പറവപ്പ് വരുന്നത്. ആറാട്ട് കുളിച്ച് ഇല്ലത്തോട്ട് മാത്രമേ പറവപ്പ് വരുള്ളൂ. ഇപ്പോൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും മാത്രമേ പറയെടുക്കാറുള്ളൂ. പഴയ കാലത്തും ഈ ആഘോഷങ്ങളൊക്കെ ഇതേപോലെ തന്നെ ആയിരുന്നു അല്ലേ? അതുപോലെ തന്നെയായിരുന്നു. ഇപ്പോഴും അതേപോലെ തന്നെ? ഇപ്പോഴും അതുപോലെ തന്നെ. ഇപ്പം കുറച്ചുകൂടിയൊക്കെ പുരോഗതിയൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് എന്താ പറയുന്നത്, ഇത്രയും ജനമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ എപ്പോഴും വരികയും പോവുകയൊക്കെ ചെയ്യാമായിരുന്നു. അതാണ്. എന്നാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സന്തോഷം. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 15 മുതൽ 24 വരെ നടക്കുകയാണ്. അതിലേക്ക് ലൈവ് TV പ്രത്യേകമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. തിരുവുത്സവത്തിന് സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെൻ്ററിൻ്റെ എല്ലാവിധ ആശംസകളും. Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. Hello, DQ. Thank you. GPS shows that you're heading home. Shall I turn on the air conditioner? Yes, please. ഫ്യൂച്ചർ ഇതാണ്. ഇവിടെയെല്ലാം ടെക്നോളജി നമുക്കായി പ്രവർത്തിക്കും. നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കാര്യങ്ങളിൽ വരെ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അതിനായി നാം ഡിജിറ്റലി അപ്ഡേറ്റഡ് ആകണം. I'm back. Welcome home. നമ്മൾ ഡിജിറ്റലി അപ്ഡേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് മോർ ഈസി ആൻഡ് സിമ്പിൾ ആകും. The jacuzzi temperature is now set for your bath. Thank you. You have an email notification. Hold on. അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. വാസ്തുശാസ്ത്രപരമായി ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഈ അടുത്ത കാലത്ത് അതെല്ലാം ഒന്ന് പുനഃക്രമീകരിച്ചു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ പേരെന്താണ്? പ്രദീപ്. നമ്മളെല്ലാം മനോഹരമായ വാസ്തുശാസ്ത്രപരമായിട്ട് വാസ്തുവിദ്യകലയൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്. അപ്പോൾ ഏകദേശം ഒരു 600 കൊല്ലം പഴക്കമുള്ള ഈ ക്ഷേത്രമാണ് ഇത്, തിരുനക്കര മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഇവിടുത്തെ ബലിക്കൽപുരയും വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഉപദേശങ്ങളുടെ നേതൃത്വത്തിൽ ഏകദേശം ഒരു 90 ലക്ഷം രൂപ മുടക്കി അതേപടി പഴയ മാതൃകയിൽ തന്നെ അതേ ശില്പചാരിത്യത്തോടുകൂടി ഇരവിനല്ലൂർ ഗിരീഷ് എന്ന തച്ചനാണ് ഇത് മുഴുവൻ റിക്രിയേറ്റ് ചെയ്തത്. അതേപടി പുതിയ തടിയിൽ തേക്കിൽ പൂർണ്ണമായും അതേപടി റിക്രിയേഷൻ ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഈ മുഖപ്പ് ഈ കാണുന്നതാണ് മുഖപ്പ്, ഏറ്റവും ഫ്രണ്ടിലുള്ള മുഖപ്പും അതിനുള്ളിലെ ബലിക്കൽപുരയുടെ മോൾ തട്ടിലുള്ള നവകണ്ഠങ്ങൾ എന്ന് പറഞ്ഞാൽ അഷ്ടദിക്പാലകരും നടുക്ക് ബ്രഹ്മാവും ഉള്ളതാണ് നവകണ്ഠം എന്ന് പറയുന്നത്. അതും കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അതേ ഭംഗിയിൽ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്.
ഏകദേശം ഒരു 1.5 കൊല്ലത്തോളം സമയമെടുത്താണ് ഈ പണികൾ പൂർണ്ണമായും പഴയ ചാരുതയോട് തന്നെ മെഷീനൊന്നും ഉപയോഗിക്കാതെ ശില്പികൾ ഏകദേശം 10-15 ശില്പികളോളം ഇവിടെ ഇരുന്ന് 1.5 കൊല്ലം വർക്ക് ചെയ്താണ് ഇത് തീർത്തത്. അതിന് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാം വളരെയധികം സഹായങ്ങൾ എല്ലാ രീതിയിലും ദേവസ്വം ബോർഡിൻ്റെ സഹായവും ഞങ്ങൾക്ക് വളരെയധികം ലഭിക്കുകയുണ്ടായി. ഇനിയും ഒത്തിരി നവീകരണങ്ങൾ ഇവിടെ നടത്താനുണ്ട്. അതും തിരുനക്കരയെ സഹായിച്ചാൽ ഈ വരും വർഷങ്ങളിൽ ഈ ഉദ്ദേശങ്ങളുടെ കാലാവധിക്കുള്ളിൽ തന്നെ നടത്തുവാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ പൂർണ്ണമായ വിശ്വാസം. കാര്യം ചരിത്രങ്ങളൊന്നും നമുക്ക് മറക്കാനുള്ളതല്ല, വിസ്മരിക്കാനുള്ളതല്ല. നമ്മുടെ തലമുറയ്ക്ക് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കാത്തു വയ്ക്കുന്ന സംഭവങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതൊരിക്കലും നമുക്ക് നശിച്ചു പോകാൻ വരുത്താതെ അത് അതേപടി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്തെ നമ്മുടെ ഏറ്റവും വലിയ നിങ്ങളുടെയൊക്കെ ആ മനസ്സിന് പ്രത്യേക നന്ദി. ആയിക്കോട്ടെ. ശരി. ചരിത്ര പ്രസിദ്ധമായ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് എൻ്റെയും റിലിഗർ ആർ ഫിൻമാർട്ടിൻ്റെയും എല്ലാ ഉത്സവ ഭാവുക ആശംസകളും നേരുന്നു. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കോട്ടയം സ്റ്റാർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന
കസിൻസ് ഏജൻസീസ് എന്ന സ്ഥാപനത്തിൻ്റെയും സ്റ്റാഫിൻ്റെയും തിരു ഉത്സവ ആശംസകൾ. അനേകായിരം ആളുകൾക്ക് ആശ്രയ സങ്കേതമായ തിരുനക്കര തേവരുടെ ഉത്സവത്തിന്, തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കോട്ടയം സ്റ്റാർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന രാജേശ്വർ ട്യൂബ് കോർപ്പറേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ തിരുവുത്സവ ആശംസകൾ നേർന്നുകൊള്ളുന്നു. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കോട്ടയം ബേക്കർ ജംഗ്ഷനിലെ ടൈറ്റൻ ഷോറൂമിൻ്റെയും ടൈറ്റൻ കമ്പനിയുടെയും എല്ലാവിധമായ ആശംസകളും.
കോട്ടയത്തിൻ്റെ പുണ്യപുരാതന ചൈതന്യമായ മന്ത്രധ്വനികളാൽ മുഖരിതമായ തിരുനക്കരയപ്പൻ്റെ ഉത്സവത്തിന്, തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കോട്ടയം ബേക്കർ ജംഗ്ഷനിലും അതിരമ്പുഴയിലും പ്രവർത്തിക്കുന്ന ഏറെ വർഷത്തെ സേവന പാരമ്പര്യമുള്ള കോട്ടയം ബേക്കേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ തിരുവുത്സവ ആശംസകൾ നേർന്നുകൊള്ളുന്നു. പ്രിയ ഭക്തജനങ്ങളെ, ഞാൻ മനോജ് ജി ശങ്കർ റെലിഗർ ഫിൻമാർട്ട് എന്ന സ്ഥാപനം നടത്തുന്നു. 2005 തൊട്ട് ഈ തിരുനക്കരയപ്പൻ്റെ മണ്ണിൽ ആണ് ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത്. റാൻബാക്സി ഗ്രൂപ്പിൽ നിന്നാണ് ഈ സ്ഥാപനം ഉടലെടുത്തത്. ഞാൻ ഈ സ്ഥാപനം നടത്തിയ അന്ന് തൊട്ട് 2006 തൊട്ട് ഇന്നേ വരേക്കും തിരുനക്കരയപ്പൻ്റെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ എല്ലാ നാട്ടുകാരിലും അളവ് ചൊരിഞ്ഞ് അദ്ദേഹം നൽകുന്ന പോലെ എനിക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ വലിയ ഉത്സവത്തിനും ഇതിൻ്റെ ആഘോഷങ്ങൾക്കും എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. ഏറെ പ്രസിദ്ധമായ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവത്തിന് കോട്ടയം സ്റ്റാർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ലോയിഡ് എക്കോ പ്യൂർ സിസ്റ്റത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
അടുത്തുള്ള ആഞ്ജനേയ ആയുർവേദ കളരിമർമ്മ ചികിത്സാലയത്തിൻ്റെ തിരുവുത്സവ ആശംസകൾ. ഏറെ പ്രശസ്തമായ കോട്ടയം തിരുനക്കര തിരുവുത്സവത്തിന് ടി വി റോഡിൽ പ്രവർത്തിക്കുന്ന സുപ്രീം അലുമിനിയത്തിൻ്റെ എല്ലാവിധ ആശംസകളും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പൂരക്കാഴ്ചയൊരുക്കി ഒരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഉത്സവമായ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സിറ്റി മൊബൈൽസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ തിരുവുത്സവ ആശംസകൾ നേർന്നുകൊള്ളുന്നു.
കോട്ടയത്തിന്റെ ഭീമൻ, കണ്ണറയെ കണ്ടുകണ്ടൊരു ജനത നെഞ്ചിലേറ്റി വളർത്തിയ ഭീമൻ, നെഞ്ചു പിരിച്ചു വന്നാൽ ചന്തം നിറച്ചു മാത്രം മടങ്ങുന്ന കോട്ടയത്തിന്റെ ഭീമൻ, കോട്ടയത്തിന്റെ കോട്ടവാതിൽക്കലെ കേമനായ ഭീമൻ, ഒരേ ഒരു ഗത ഭീമൻ, സാക്ഷാൽ സൂര്യവംശാധിപതി ആനന്ദകുല മഹാഭീമൻ പുതുപ്പള്ളി കേശവൻ. ഏറെ പ്രസിദ്ധമായ നമ്മുടെ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് ബേക്കർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ജെ ഐക്കർ എന്ന കണ്ണാടിക്കടയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് KM ടെക്നോളജീസിലെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവത്തിന് എൻ്റെ പേരിലും RK ഓയിൽ മിൽസിൻ്റെ എല്ലാ സ്റ്റാഫിൻ്റെ പേരിലും ആശംസകൾ നേരുന്നു.
കേരളത്തിലെ പ്രധാനപ്പെട്ട കൂത്തമ്പലങ്ങളിൽ പരമപ്രധാനമായ കൂത്തമ്പലമുള്ള ക്ഷേത്രം കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രമുറങ്ങുന്ന ചരിത്രപ്രസിദ്ധമായ തിരുവുത്സവത്തിന് കോട്ടയം പാറമ്പുഴയിൽ പ്രവർത്തിക്കുന്ന സൂര്യകാലടി മനയ്ക്ക് സമീപമുള്ള ലൈറ്റ് ഫോർട്ട് ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി വെയർസിൻ്റെ എല്ലാവിധ തിരുവുത്സവ ആശംസകളും ഹർദ്ദമായി നേർന്നുകൊള്ളുന്നു. ഒരു നാടിൻ്റെ, ഒരു ദേശത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ ആഘോഷമായ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കോട്ടയം കളക്ട്രേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന കണ്ടത്തിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ തിരുവുത്സവ ആശംസകൾ നേർന്നുകൊള്ളുന്നു. അക്ഷരനഗരിയായ കോട്ടയം, അതിലേറെ ചരിത്രപ്രസിദ്ധമായ തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഏറെ വർഷത്തെ സേവന പാരമ്പര്യമുള്ള സംക്രാന്തിയിൽ പ്രവർത്തിക്കുന്ന ചെറുപുഷ്പം ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി വെയർസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ തിരുവുത്സവ ആശംസകൾ നേർന്നുകൊള്ളുന്നു.
നമസ്കാരം. കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ തിരുവുത്സവം 2026 എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളായ സൗത്ത് ഇന്ത്യ ഗോൾഡ് ഫാമിലി പ്രൈവറ്റ് ലിമിറ്റഡ്, NCSN ജുവൽ ക്രാഫ്റ്റ്, SVSI ഹോൾമാർക്കിംഗ് സെൻറ്റർ എന്നീ സ്ഥാപനങ്ങളുടെ പേരിലും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ തിരുനക്കരയുടെ തിരുമുറ്റത്ത് തിരുനക്കരപ്പൻ്റെ മണ്ണിൽ ശങ്കരയ്യസ് മൊബൈൽസ് വരദൻ്റെ കട എന്നാണ് അറിയപ്പെടുന്നത്. ആ മൊബൈൽ ഷോപ്പിൻ്റെ പ്രൊപ്പറേറ്ററാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവുത്സവ ആശംസകൾ നേർന്നുകൊള്ളുന്നു ഈ അവസരത്തിൽ. ആനപ്രേമികളുടെയും പൂരത്തിൻ്റെയും ആവേശമായ തിരുനക്കര പൂരം പോലെ ജനകോടികളുടെ ആശ്രയ സങ്കേതമായ തിരുനക്കരയപ്പൻ്റെ ഉത്സവ ആഘോഷത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പ്രോഗ്രാമിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ബൈ ബൈ.